ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ദിസ് ഈസ് ഞങ്ങളുടെ ഡേ 2 ആണ്. ഞങ്ങളിപ്പം ഇന്നലെ വന്ന് സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പോവുകയാണ്. ഇവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? ധനുഷ്കോടിയിലോട്ട് പോകണമെങ്കിൽ ഇപ്പം ബീച്ച് വൈബ് പിടിക്കും. ഇന്നലെ ഫുള്ള് മഞ്ഞ് വൈബായിരുന്നു, ഇന്ന് ഫുള്ള് ബീച്ച് വൈബ്. ഞങ്ങൾ ഓരോ ദിവസം ഓരോ വൈബാണ് പിടിക്കുന്നത്. നാളെ വീട് വൈബ്. അതാ ബിഫോർ ആഫ്റ്റർ എടുക്കാവേ. ഞങ്ങൾ 6:50 മധുരയിൽ നിന്ന് രാമേശ്വരത്തോട്ടുള്ള ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. പാമ്പം ബ്രിഡ്ജിൽ കൂടെ പോകുന്നത് കാണാം. അത് മറ്റൊരു ഇത് നമുക്ക് പാമ്പം ബ്രിഡ്ജ് കാണാൻ വേണ്ടിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ട്രെയിനിലൊന്നും പോയിട്ടില്ല. ധനുഷ്കോടി പോയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ കൊണ്ടുപോകുന്ന പറഞ്ഞേക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. ബൈ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞ് ഇൻട്രോ ഒക്കെ എടുത്ത് 6 മണിക്ക് ശേഷം ഞങ്ങളുടെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 6:50 മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാമേശ്വരത്തേക്കുള്ള ട്രെയിനിലാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ ഈ എടുത്ത സ്റ്റേ നമ്മുടെ മധുരൈ റെയിൽവേ സ്റ്റേഷന് ഏകദേശം അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അറൌണ്ട് 5 മിനിറ്റ്സ് ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ കാർ ഞങ്ങൾ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടിട്ട് ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. 67511 എന്ന് പറയുന്ന ഒരു ട്രെയിനിലാട്ടോ മധുരൈ രാമേശ്വരം. ഫുള്ള് ജനറൽ കമ്പാർട്ട്മെന്റ്. ആൻഡ് ലൈഫിൽ ആദ്യമായിട്ട് ഐസു ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി ഗൈസ്. 6 മണി കഴിഞ്ഞ ഉടനെ വന്നത് സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോഴത്തേക്ക് ട്രെയിൻ ഫുള്ള് ഫില്ലായിരുന്നു കേട്ടോ. ചേച്ചി തന്ന കാപ്പിയാണ് ഞങ്ങൾ അവിടെ ഡോറിൻ്റെ അടുത്താട്ടോ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേയധികം മനുഷ്യരെ ഞങ്ങളന്ന് അവിടെ കണ്ടിട്ടുണ്ടായി. ഇത് പറയാൻ കാരണം ഈ ഒരു നീല ഷർട്ടിട്ട ചേട്ടൻ ഉണ്ടല്ലോ, ആ ചേട്ടൻ ശരിക്കും അടിപൊളിയാണ്. രാവിലെ 6 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാണ്ടാണ് കയറിയത്. ഒരു ചായ മാത്രം കുടിച്ചിട്ടാണ് കയറിയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഈ നീല ഷർട്ടിട്ട ചേട്ടനെ കണ്ടോ, ഈ ചേട്ടനായിരുന്നു നമുക്ക് സമൂസ മേടിക്കാൻ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് കാശ് ലിക്വിഡ് മണി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഉള്ളൊരു ചേച്ചി ഞങ്ങൾക്ക് ചായയും കുടിക്കാൻ തന്നിട്ടുണ്ട്. നല്ല അടിപൊളി ചായ. ഒരുപാട് വിഭവസമൃദ്ധമായ ഫുഡുകളൊന്നും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യമേ തന്നെ 4 സമൂസ വാങ്ങിച്ച് ഞങ്ങൾ 4 പേരും കഴിച്ച് അത് ഒറ്റയടിക്ക് തന്നെ ഞങ്ങൾ കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഇതേ കാത്തിരുന്ന ആ ഒരു മൊമെന്റ് എത്തി. ആൻഡ് യു നോ വാട്ട്, ഞാൻ ഈ പാമ്പൻ ബ്രിഡ്ജിൽ ഞാനും സുട്ടനും അവിടെ താഴെ ഡോറിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഐ ഡോണ്ട് നോ വൈ ട്രെയിൻ ഭയങ്കര പതുക്കെയായിരുന്നു പോയത്. നമുക്ക് എല്ലാം കണ്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ആ ഒരു ഇതിൽ ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു ട്രെയിൻ പൊയ്ക്കൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കളർ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കും അധികം ആഴമൊന്നും ഇല്ലായിരുന്നു. നല്ല ആഴം ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ധൈര്യം സംഭരിച്ച് അവിടെ തന്നെ ഇരുന്നായിരുന്നു. ആൾക്കാരെല്ലാം ഈ ഒരു പാമ്പൻ ബ്രിഡ്ജ് ആയപ്പോഴത്തേക്ക് ഇവിടെ വന്നിരുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കായിരുന്നു. ലേറ്റായി വന്നുകൊണ്ട് നമുക്ക് സീറ്റൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഡോറിനടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു മൊമെന്റ് എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം എന്നൊക്കെ തോന്നിപ്പോയി. ആൻഡ് ഈ ഓപ്പോസിറ്റ് കാണുന്ന വെള്ളപ്പാലം കണ്ടോ, ഇതായിരുന്നു ആദ്യത്തെ ഓൾഡ് പാമ്പൻ ബ്രിഡ്ജ്. പുതിയ പാലത്തിൽ കൂടെയാണ് നമ്മൾ ട്രെയിൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയ കപ്പൽ വരുമ്പം ഈ പാമ്പൻ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ട് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല. വലിയ കപ്പലൊന്നും വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ട്രെയിനിൽ കൂടെ പോകുന്നതും അതേപോലെ തന്നെ ആ മുകളിൽ കാണുന്ന ആ യെല്ലോ കളർ പാലം കണ്ടോ, അതാണ് നമ്മളുടെ നോർമൽ വണ്ടി പോകുന്ന പാലം. അതിലേക്കൂടെ പോകുന്നതും നല്ല വേറെ ഡിഫറെൻറ്റ് വൈബാണെന്ന് ഷാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ അമ്മാവിൻ്റെ അടുത്ത് എന്ത് റെസ്പെക്റ്റാണ് തോന്നിയത്. ആ കാറ്റിന് ഇടയിലും ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് പോകുന്നുണ്ടല്ലോ, കണ്ടിട്ട് തന്നെ ശരിക്കും പേടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാലത്തിന്റെ മുകളിലും ഒരുപാട് ആൾക്കാർ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഈ പാലം ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ടായി. 7 മണിക്ക് കയറിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 10:30, 11 ഒക്കെ ആയപ്പോഴായിരുന്നു രാമേശ്വരം എത്തിയത്. ഈ രാമേശ്വരം ബോർഡിൻ്റെ അടുത്ത് ഒരു കുഞ്ഞു വീഡിയോ കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷെ ആൾക്കാരൊക്കെ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കായിരുന്നു. നീ അവിടെ വരുന്നില്ല. അവൻ എടുക്കുന്ന എനിക്കൊന്ന് കാണണോടാ. ഇതിനെയൊക്കെ വിളിച്ചോ ഈ കെന്നിൽ ബൈക്ക്? ഇനി എല്ലാത്തിനും നിരത്തി പിടിച്ചു. ഞങ്ങൾ 10 എണ്ണം വിളിച്ച് ചിലപ്പം പിള്ളേർ ഒന്നും കഴിക്കാണ്ട് കയറിയതുകൊണ്ട് നല്ല വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷന് പുറത്ത് തന്നെ ഈ ഒരു അമ്മാവൻ നിന്ന് കരിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഏതോ ഒരു ചേട്ടൻ പൊളിച്ചതാന്ന് പറയുമ്പോൾ കത്തിയെടുത്ത് കൊടുക്കുന്നതാണ് ആ കാണുന്നത്. പിന്നെ സുട്ടൻ്റെ ആ ഒരു ഹൈ ലെവൽ പരിപാടിയൊക്കെ ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് കൊണ്ട് ഞങ്ങൾ തീർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആശയ ബ്ലാങ്ക് എക്സ്പ്രഷൻ ഇട്ടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, സുട്ടൻ ഏതോ ഒരു മലയാളം വേർഡ്, അവനറിയാത്ത ഏതോ ഒരു വേർഡ് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവൻ ഉദ്ദേശിച്ച വേർഡ് തൂണായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പ്ലാൻ വാസ് ഇവിടെ വന്നിട്ട് വണ്ടി 2 എണ്ണം റെന്റിന് എടുത്തിട്ട് പോകാൻ
പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുള്ള സമയം ആയതുകൊണ്ട് തന്നെ വണ്ടി ഒന്നും കിട്ടുന്നുണ്ടായില്ല. ഏതോ ഒരു ഹോട്ടലിന് മുമ്പ് ഞങ്ങൾ കുറേ അധികം നേരം ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ട് ഫൈനലി 2 വണ്ടി ഞങ്ങൾക്ക് റെന്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾക്ക് വണ്ടി 2 കിട്ടിയിരിക്കുന്നു ഗൈസ്. നമ്മൾ 11:45 ഏകദേശം 1 അവർ വെയിറ്റ് ചെയ്തിട്ടാട്ടോ ഞങ്ങൾക്ക് വണ്ടി കിട്ടിയത്. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ പിന്നെ വണ്ടി കിട്ടി നേരെ ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി മീൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മീൽസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി നമുക്ക് റെൻറ്റിന് കിട്ടിയ പിന്നെ ഇവിടെ വരുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റെൻറ്റിനുള്ള വണ്ടി ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് വേണം വരാൻ. ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു ഏകദേശം ഒരു 1 അവർ ഡിലേ വന്നത്. അങ്ങനെ ഞങ്ങൾ ഓൺ ദി വേ ടു ധനുഷ്കോടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ 2 സൈഡ് ബീച്ച്, നടുക്കൂടെ റോഡ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ബീച്ച് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഞങ്ങൾ ഓൾമോസ്റ്റ് പലയിടത്തും മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ബീച്ചുകളിലൊന്നും തിരക്കുണ്ടാവില്ല, നമ്മളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. ബീച്ച് പേഴ്സൺ അല്ലാതിരുന്ന സുട്ടൻ വരെ ബീച്ചിലിറങ്ങി കളിച്ച ആ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ബ്രെയിൻലെസ് ആയിട്ട് കൊച്ചു പിള്ളേരെ പോലെ ബീച്ചിൽ കിടന്ന് കളിക്കുമായിരുന്നു. ഓടുന്ന് ചാടുന്ന് ഓട്ട മത്സരം കളിക്കുന്നത്. എൻ്റെ അമ്മ എനിക്ക് ഈ വീഡിയോ ഇപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോഴും അന്നത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ആൻഡ് പോകുന്ന റൂട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഡ്രൈവ് ചെയ്ത് ധനുഷ്കോടി എത്താറായി. ധനുഷ്കോടിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് എൻഡ് ഓഫ് ദ ഇന്ത്യ എന്ന് പറയുന്നതാണ് നമ്മുടെ ധനുഷ്കോടി. ഈ ധനുഷ്കോടിനെ ഡെഡ് എൻഡ് ഓഫ് ഇന്ത്യ മാത്രമല്ല ഗോസ്റ്റ് ടൗൺ ഓഫ് തമിഴ്നാട് എന്നും അറിയപ്പെടുന്നുണ്ടായിരുന്നു. 1964 വരെ ഇവിടെ ഒരു വലിയ ടൗൺ ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും ചർച്ചും സ്കൂളും മാർക്കറ്റും ഒക്കെയുള്ള ഒരു കിടിലം ടൗൺ. പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 1964 ഡിസംബർ 22 എല്ലാം ചേഞ്ച് ആയി. അന്ന് രാത്രി ധനുഷ്കോടിയിൽ ഒരു മാസീവ് സൈക്ലോൺ ഹിറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രാൻസിറ്റ് പോയിന്റ് ആയിരുന്നു ഈ ധനുഷ്കോടി എന്ന് പറയുന്നത്. അന്ന് നടന്ന ആ ഒരു സൈക്ലോണിൽ ധനുഷ്കോടിയിലേക്ക് വരുന്ന പാസഞ്ചേഴ്സിന്റെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ ആ സൈക്ലോണിൽ പെടുകയും ഏകദേശം 115 പേര് ആ ഡിസാസ്റ്ററിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൈക്ലോൺ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ആക്റ്റീവായിട്ടിരുന്ന ടൗണിൽ പിന്നെ താമസിക്കാൻ പറ്റാത്ത രീതിയിലായി മാറി. അങ്ങനെ അതിനുശേഷം ധനുഷ്കോടിനെ ഹാബിറ്റേഷന് സേഫ് അല്ലാത്തൊരു പ്ലേസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ചെയ്തത്. കാരണം ആ ഒരു ടൗൺ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയെന്ന് വേണമെങ്കിൽ പറയാം. റെയിൽവേ ലൈൻസ്, ബിൽഡിങ്സ് എല്ലാം തന്നെ ഒറ്റ ഒരു നൈറ്റ് കൊണ്ട് ഇല്ലാണ്ടാവാന്ന് പറയത്തില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. ഇത് റെയിൽവേ സ്റ്റേഷൻ ഇത് ரயில்வே ஸ்டேஷன். அது வந்து ஆர்பார் இந்த பக்கம். ഹാർബർ ചർച്ച് இது இன்ஜின் நிப்பாட்ட வேணும். ட்ரெயின் பிறண்டது 9 பெட்டி. யாரும் ஒரு பிள்ளை கூட வரல. எல்லாம் கதை முடிஞ்சு. இது பிரிட்டிஷ்காரன் டயத்தில் கப்பல் ஓட்டுனது. பிரிட்டிஷ்காரன் தனுஷ்கோடியிலேருந்து சென்னையிலேருந்து புறப்பட்டு தனுஷ்கோடி வருது போட் மாதிரி இதாக இருக்குது. வீடுகள்லாம் பூரா ட்ரெயின் பற்றி கரண்ட் இருக்குது. வீடா வீடு இந்த கருவ மரம் முளைச்சி போயிருக்குல்ல, அதான் பஜார். அதெல்லாம் பார்க்க முடியாது. முளைச்சிருக்கு. பெரிய சிட்டி. இது அழியாம இருந்துச்சுன்னா ராமேஸ்வரம் செல்லா கிராமம், இதுதான் பெரிய சிட்டி. இப்போ இது அழிஞ்சதுனால ராமேஸ்வரம் இப்போ ஃபேமஸ். இது ராமசேது டெம்பிள் வந்து தனுஷ்கோடி சிவன் கோவில். ராமர் பூஜை தேரம் தனுஷ்கோடி தான் சிவன், பெரிய கோவில் சிவன். அது போல ரயில்வே பில்டிங் சைடு இது வந்து 18 நைட்டுக்கு லைட் போட்டு இப்போ கடலில் சுற்றிக்கிட்டு இருப்பான் நீவி. ஏதாவது சின்ன கருப்பை பார்த்தா AK-47 பட அடிச்சுக்குவான். ഈ ഒരു ചേട്ടൻ നമുക്ക് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് ആ ഒരു സീഷലിൻ്റെ ഒരു ചെയിനും
അതായത് ബ്രേസ്ലെറ്റും പിന്നെ ഒരു കുഞ്ഞി പേളിൻ്റെ മാലയും ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ അവിടുന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ധനുഷ്കോടി ഉണ്ടല്ലോ, ധനുഷ്കോടിയിൽ കടലിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീലങ്കയിലേക്ക് പോകുന്ന ഒരു ചെയിൻ്റെ ഒരു സാൻഡ് ബാങ്ക്സ് പോലത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാമസേതു അല്ലെങ്കിൽ ആഡംസ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു രാമായണ, നമ്മുടെ രാമ ഉണ്ടല്ലോ, രാമയും അതേപോലെ തന്നെ വാനരസേനയും ലങ്കയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തൊരു ബ്രിഡ്ജാണെന്നാണ് പറയുന്നത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഈ 1964 ആൻഡമാനിൽ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ട്, ആ ചുഴലിക്കാറ്റിൻ്റെ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് കാരണമാണ് നമ്മുടെ ഇന്ത്യയുടെ രാമേശ്വരം ധനുഷ്കോടി ഈ ഒരു പാർട്ടിലേക്ക് ആ ഒരു സൈക്ലോൺ വന്ന് ഹിറ്റായത്. അതിനുശേഷമാണ് ഈ ഒരു ധനുഷ്കോടിനെ നമുക്ക് താമസിക്കാൻ പറ്റാത്തൊരു സ്ഥലമായിട്ട് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തത്. ആ ട്രെയിനിലുണ്ടായിരുന്ന 115 പേര് കൂടാതെ ഏകദേശം അവിടെ ഉണ്ടായിരുന്ന 1800ഓളം പേര് മരിച്ചിട്ടുണ്ടെന്നായിരുന്നു നമ്മളുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ വന്ന സ്ട്രോങ് വിൻസും ഹ്യൂജ് വേവ്സും എല്ലാം ആ ഒരു കംപ്ലീറ്റ് ടൗണിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്തു. ഈ ഒരു ചേർച്ചിനും സിവിയർ ആയിട്ട് എന്ത് സംഭവിച്ചായിരുന്നു, ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായി. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബ്രോക്കൺ വാൾസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് സ്റ്റോൺസ് മാത്രമല്ല, ഒരു കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാരുടെ മെമ്മറീസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷ്കോടിയുടെ ഈ ഒരു സൈഡ് നമുക്ക് നേരിട്ട് കണ്ടറിയേണ്ട ആ ഒരു സൈഡ് തന്നെ ആട്ടോ. പിന്നെ അവിടെ നിന്നെല്ലാം ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ നേരെ ലൈറ്റ് ഹൗസിൽ പോയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഹൗസിൽ ലിഫ്റ്റ് വഴിയും സ്റ്റെപ്പ് വഴിയും നമുക്ക് കയറാൻ പറ്റും. ലിഫ്റ്റ് വഴി കയറാൻ ഏകദേശം ഒരു നീണ്ട ക്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം സ്റ്റെപ്പ് കയറാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നു കേട്ടോ. അറൗണ്ട് 200+ ഏകദേശം എത്ര ഫ്ലോർ ആയിരുന്നു, 12 ഫ്ലോർ എന്തോ ആണുള്ളത്. ഒരുപാട് സ്റ്റെപ്പുകൾ കയറി ഞങ്ങൾ അവസാനം ആ ഒരു ടോപ്പിൽ എത്തിയിട്ടുണ്ടായി. ഈ ലൈറ്റ് ഹൗസ് ഏകദേശം ഒരു 49 മീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ട്. ആൻഡ് നമുക്ക് ആ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 360 ഡിഗ്രി പനോരമിക് വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. ആൻഡ് സീ ഗൈസ്, ഞങ്ങളിത് ഇവിടെയാണ് നിൽക്കുന്നത്. ശ്രീലങ്കയുടെയും ഇന്ത്യൻ്റെയും ആ ഒരു പോയിന്റ് ഇല്ലേ, അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത്രയും സ്റ്റെപ്സ് കയറിയെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ വലിയ ക്ഷീണം ഉണ്ടായിരുന്നു ചോദിച്ചാൽ ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് കയറുന്നത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷ്കോടി എന്ന് പറയുന്ന ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ മാത്രമല്ല കേട്ടോ, ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് മിത്തോളജി, ഹിസ്റ്ററി ആൻഡ് നാഷണൽ വണ്ടർ എന്നൊക്കെ നമുക്ക് വേണ്ടി പറയാം. പക്ഷേ ഇത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു അൺഫോർഗറ്റബിൾ ട്രിപ്പായിരിക്കും. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്നെല്ലാം ഇറങ്ങി ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴി കുറേ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആ പോകുന്ന റൂട്ടിൽ നമുക്ക് ആൾക്കാരില്ലാത്ത കുറേ ബീച്ചുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങളൊരു ബീച്ചിൽ ഇറങ്ങി കുറേ അധികം നേരം അവിടെ കിടന്ന് കളിച്ചിട്ടുണ്ടായി. ആൻഡ് ഗൈസ് ഈ ഒരു മൊമെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻറ്റാണ്. ലൈക്ക് ആർഷാനെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആശയെ വെച്ചിട്ട് ഞാൻ വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ മൊമെൻറ്റ് അടിപൊളിയായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ പോയതിന് ശേഷം ഒരു ബീച്ച് കണ്ടിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ. ഈ ബീച്ച് ഞങ്ങൾ ഫുള്ള് കിടന്ന് കുളിക്കുകയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് ആയോ. मतलबी हो जा जरा मतलबी, दुनिया की सुनता है क्यों, खुद की भी सुन ले कभी. मतलबी हो जा जरा मतलबी, दुनिया की सुनता है क्यों, खुद की भी सुन ले कभी. कुछ बात गलत भी हो जाए, कुछ देर ये दिल भी खो जाए, बेफिक्र धड़कने इस तरह से चले, शोर गूंजे यहाँ से वहाँ. सूरज डूबा है यारो, दो घुट नशे के मारो, रास्ते भुला दो सारे घर बार के. सूरज डूबा. ഗൈസ്, ഈ ഒരു ഫീലിംഗ് എങ്ങനെയാ പറഞ്ഞു തരേണ്ടത് അറിയത്തില്ല. സമ്മതിക്കത്തില്ല, അതൊക്കെ പറയുന്നത് കരയുക ലൈഫില. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഓ ബൈ ദ ഐസോഡിന്റെ ചെരുപ്പ് അവിടെ പൊട്ടിക്കിടക്കൊണ്ട് കാണിച്ചു തരാമേ. കുഴിച്ചിട്ട് ഐസോഡിന്റെ ചെരുപ്പെല്ലാം പൊട്ടി. ദിസ് ഈസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഞാനേ കുറേ നാളിന് ശേഷം ഇതുപോലെ ഞാൻ ചുമ്മാ മണ്ടപത്തി ചിരിച്ച് നടക്കുന്നത്. സത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരുമില്ല, ഭയങ്കര ഹാപ്പിയാണ്. ഈ ബീച്ചിൽ ഞങ്ങൾ 4 പേരും മാത്രമേ ഉള്ളു. ഫുള്ള് നനഞ്ഞ് കുളിച്ച് എന്താ പറയാ, ഒന്നും പറയാനില്ല, അടിപൊളി. ഞാൻ എപ്പോഴും പറയാറില്ലേ ഞാൻ ബീച്ച് പേഴ്സൺ അല്ല എന്ന്, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ബീച്ച് എൻജോയ് ചെയ്തു.
അതെ, ബീച്ച് ഒട്ടും ഇഷ്ടമല്ലാതെ ഐസ് വരെ ബീച്ചിനകത്ത് കളിക്കുമായിരുന്നു. അത് ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ, ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതെന്ന് പറയുന്ന ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളോട് ഫോട്ടോ ഒക്കെ എടുത്ത് തരുമെന്ന് വെച്ചാൽ ഞങ്ങൾ ക്യാമറയിൽ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് വാട്ട് വി ഗോട്ട് ഫ്രം ദാറ്റ് അൺപ്ലാൻഡ് ട്രിപ്പ്. അറൗണ്ട് 1 year ആയി ഞങ്ങൾ ഈ ട്രിപ്പ് പോയിട്ട്. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ഞാൻ എല്ലാ മൊമെൻറ്റ്സും ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഈ ട്രെയിനും ഈ ചേട്ടനെയും ഈ ജേണിയും ഒക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.